ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ആൾക്കാരെ അർത്ഥവത്തായിട്ട് ആ ഉടമ്പടി പാലിച്ച് അവരിന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളെ അതിജീവിച്ച് സുവിശേഷത്തിന് സാക്ഷിയാകുകയാണ്. അതിൻ്റെ ഈ ഉടമ്പടി വെളിപ്പെടുത്തപ്പെട്ട കാലത്ത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ദൈവതിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം എന്നുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് ഇതിൻ്റെ 2018-19 കാലങ്ങളിലെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇപ്പം തന്നെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. അപ്പം ഈശോ നമ്മളെ ഏറ്റുപറയുന്ന ഒരു സുവിശേഷമായ സത്യമുണ്ട്. നമ്മുടെ ഈ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നതെല്ലാം ഈശോ നമ്മളെ ഏറ്റുപറയുന്നതിലൂടെയാണ്. ഒരു വ്യക്തി ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വന്ന സാക്ഷ്യം 43 വയസ്സുകാരുടെ കാര്യത്തിയുടെ വിവാഹം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമ്മളെ ഏറ്റുപറയുന്നതാണ്. അതെങ്ങനെയാണ് ഏറ്റുപറയണത്? ഇതെൻ്റെ മകളാണ്, ഇതെൻ്റെ മകനാണ് എന്നാണ് ദൈവം ഏറ്റുപറയണത്. ദൈവം ഒരു വ്യക്തിയെ ഏറ്റുപറയണത് എന്താണ്? എൻ്റെ മകളാണ്, അല്ലെങ്കിൽ എൻ്റെ മകനാണ്. ഇതിനെ ദൈവം ഏറ്റുപറഞ്ഞാൽ പിന്നെ നമുക്ക് പിശാച് നമ്മളെ തൊടത്തില്ല, തിന്മയുടെ ഒരു ശക്തിയും തൊടത്തില്ല, വിധി നമ്മളെ തൊടത്തില്ല. നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള യാതൊരു അപകടമോ അനാമത്തുകളോ ഒന്നും നമ്മളെ തൊടത്തില്ല. എന്താ കാര്യം? ഏറ്റുപറയുമ്പോൾ പഴയ നിയമകാലം മുതലേ ദൈവം ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവനെ അടയാളപ്പെടുത്തും. കായനെപ്പോലും അവൻ ഏറ്റുപറഞ്ഞപ്പോൾ അടയാളപ്പെടുത്തിയത് ദൈവമാണ്. കായന് അബദ്ധം പറ്റിപ്പോയി ആബേലിനെ കൊന്നപ്പോൾ, പക്ഷേ ഇനി നിക്കക്കള്ളിയില്ല എന്നുള്ളത് കായൻ ഏറ്റുപറഞ്ഞ് ദൈവത്തോട്. അപ്പം നീ കായൻ്റെ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ പോലും നിക്കക്കള്ളിയില്ല, ഇനി എനിക്ക് നിക്കക്കള്ളി എന്ന് നിൻ്റെ ദൈവത്തോട് നീ ഏറ്റുപറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് നിനക്ക് സംരക്ഷണത്തിൻ്റെ അടയാളമിടും. കായന് ദൈവം സംരക്ഷണത്തിൻ്റെ അടയാളമിട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏത് പത്തറ്റിക് കണ്ടീഷനാണെങ്കിലും, നിൻ്റെ പഴയകാല ജീവിതം എന്തവസ്ഥയാണെങ്കിലും, നീ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ നീ വളരെ സന്തോഷവതിയായിരിക്കണം, അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കണം. ഇവിടെ എല്ലാം വരുന്നത് ഒരു ഏറ്റുപറയാനുള്ള മനസ്സാണ്. ദൈവമേ തെറ്റിപ്പോയി എന്ന് ഏറ്റുപറയാൻ. ഇങ്ങനെ കായനും അതാണ് പറഞ്ഞത്, എനിക്ക് ഇനി നിൻ്റെ സംരക്ഷണമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇന്നലെ പൂച്ച പോലെ നടന്നത് പുലിയൊക്കെ ഇപ്പോഴെന്നെ ഒറ്റക്ക് കിട്ടിയാൽ കടിച്ചു കയറാൻ വേണ്ടി നടക്കുകയാണ്. ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും, ഞാൻ എങ്ങനെയാണ് അതിജീവിക്കണമെന്ന് പറയുമ്പോൾ ദൈവം ഇവൻ്റെ നെറ്റിയിൽ ഒരു അടയാളം ചാർത്തു. കാര്യം ഈ ദൈവം കാണുന്ന പോലെ ഈ ജീവിതത്തിനെ കാണാൻ കഴിയണതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സുവിശേഷവൽക്കരണം എന്ന് പറയണത്. കാരണം നമ്മൾ കാണുന്ന രീതിയിലല്ല ദൈവം ഒരു വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെത്ര നീചപാപിയാണെന്ന് പറഞ്ഞാലും, നമ്മളെ കുറ്റപ്പെടുത്തിയാലും ചിലപ്പോൾ ദൈവം നിന്നെ കുറ്റപ്പെടുത്തിയില്ലെന്ന് വരും. നിനക്കൊരു സമയം തരും. ടേക്ക് യുവർ ടൈം എന്ന് പറയും. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിനക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചതായിട്ട്, പക്ഷേ യു ടേക്ക് യുവർ ടൈം. അതിൻ്റെ പേരിൽ നീ നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല, വേദനപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഒരു ദുഷ്ടമൃഗങ്ങളും സ്പർശിക്കത്തില്ലെന്ന് പറഞ്ഞാണ്
കായൻ്റെ നെറ്റിയിലെ കുറിച്ച് അടയാളം ഇടുന്നത്. ഇത് ഒരു വല്ലാത്ത ഒരു ദൈവസ്നേഹമാണ്. ഈ ദൈവത്തിൻ്റെ മുമ്പിലാണ്, അഥവാ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നീ നിൻ്റെ ക്ലേശത്തിൻ്റെ ഈ കാലത്ത് ഇരിക്കണമെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നീ വരുമ്പോൾ നിനക്ക് നിരാശ വേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം? നിൻ്റെ സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും അതിനെല്ലാം അതിൻ്റെ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവം നിനക്ക് വേണ്ടി സ്വയം ഒരു നിസ്സഹായമായ രീതിയിൽ എന്തുമാത്രം താഴ്ന്ന് വരാൻ പറ്റുമോ അത്രയും താഴ്ന്ന് വന്ന് ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ആയ ദൈവം. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ നീ ശരിക്കും സമ്പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആശ്രയിക്കണം. കാര്യം നിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ അവസ്ഥകളെല്ലാം നീ നിൽക്കുന്നതും ഇരിക്കുന്നതുമൊക്കെ കൃപാസനം അൾത്താരയിൽ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നിൽക്കുന്നത്. നിനക്ക് മുമ്പേ ഇവിടുന്ന് പോയവർ നിന്നേക്കാൾ സങ്കടകരമായ ജീവിതാവസ്ഥകളിൽ നിന്ന് ദൈവം കൈപിടിച്ച് ഉയർത്തിയിട്ട് സാക്ഷ്യം പറഞ്ഞ ഒരു അൾത്താരയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. അപ്പോൾ എന്ത് വിഷയമാണെന്ന് പറഞ്ഞാലും നീ പ്രാർത്ഥിക്കേണ്ടത് അച്ഛനോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച നെഞ്ചത്ത് കൈവച്ച്, കർത്താവേ എനിക്ക് നല്ല ദൈവസ്നേഹം നൽകണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വ്യാപരിക്കണം എന്നുള്ള ആഴമായ കാഴ്ചപ്പാടുകള് എനിക്ക് നൽകണമേ. ചുരുക്കി പറഞ്ഞാല് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥിക്കുക, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എൻ്റെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. ഒന്നുകൂടി പ്രാർത്ഥിക്കുക, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എൻ്റെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം ഈ ഉടമ്പടിയിൽ ഉള്ളതാണ്. നിനക്ക് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ നിൻ്റെ വിശ്വാസം ഒന്ന് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, നീ ഉടമ്പടി അതിൻ്റെ രീതികളിലൊന്ന് അനുവർത്തിക്കുകയാണെങ്കിൽ ഇതൊരു ക്ലാസ് പ്രെയറാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ശാസ്ത്രീയമായി ഒരു ദൈവാനുഗ്രഹം ഒരു കുടുംബത്തിന് പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തി സുവിശേഷ വിഹിതമായി ചെയ്യേണ്ട എല്ലാ പരിചരണങ്ങളും ട്രീറ്റ്മെൻറ്റുകൾ ഈ ഉടമ്പടിയുടെ ഉള്ളിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞത് ഒരു ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകൻ, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് മാത്രമല്ല അയാൾക്ക് സംസ്ഥാന അവാർഡും കിട്ടി 2014. അപ്പോൾ തന്നെ ദേശീയ അവാർഡും കിട്ടി. അപ്പം നല്ല, പിന്നെ ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരു അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകൻ്റെ സാക്ഷ്യം നല്ല രസമാണ്. നമ്മൾ ഇന്നിട്ടുണ്ടത്, ഇന്നത് പ്രീമിയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഞാനത് സാക്ഷ്യം കേട്ടപ്പോഴേക്ക് തോന്നിയത്, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പക്കാ നിരീശ്വരവാദിയായിരുന്നു. പിന്നെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് 87 ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വർഷങ്ങളായിട്ടുള്ള നിരീശ്വരവാദത്തിന് ഇവളുമായിട്ടുള്ള സംസർഗം എന്നെ പതുക്കെ മാറ്റാൻ തുടങ്ങി. എങ്കിലും ഒത്തിരിയേറെ ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലുണ്ട്, വിശ്വാസ സംബന്ധമായ ഒത്തിരിയേറെ ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥനകളെല്ലാം വൈഫിനെ കാണിക്കാൻ വേണ്ടിയാണ്. കാര്യം എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളെ പിണക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പുറകെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. വൈഫിനോട് സ്നേഹമുള്ള കക്ഷിയാണ്. അപ്പം അതുകൊണ്ട് പിണക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പുറകെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്തെങ്കിലും വൈഫ് കുറേ ശക്തമായ രീതിയിൽ വിശ്വാസമുള്ള ആളാണ്. ഇപ്പം നിങ്ങളെപ്പോഴും എനിക്കത് ആ സാക്ഷ്യം കേട്ട് മനസ്സിലായതേ, ഇപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയോ മകനോ, ഇപ്പം മകൻ ഈ ജർമ്മനിയിലുള്ള പരിപാടി പോലെയാണ്, ജർമ്മനിയിൽ സഭയുടെ ആളാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അവന് ഗവൺമെൻറ് ഓഫീസറാണെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും. അത് ഗവൺമെൻറ് തന്നെയാണ്
സിവിലിയൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സഭയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജർമ്മനിയിൽ എന്തുള്ള പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വിശ്വാസികളാണെങ്കിലും ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി വിശ്വാസികളല്ലെന്ന് പ്രഖ്യാപിക്കും. എനിക്കൊരു സഭയിലും വിശ്വാസം ഇല്ലെന്ന് പറയും. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് വിശ്വാസമൊന്നും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പോണത് കൊണ്ടാണ് അവരങ്ങനെ പറയണത്. ഇതുപോലെ നമ്മുടെ മക്കൾ, ചില ആൾക്കാർ അവർ പക്കാ നിരീശ്വരവാദികളാണെന്ന് അവർ പ്രഖ്യാപിക്കും. നമ്മുടെ അടുത്ത് അമ്മയടുത്ത് പറയും എനിക്കിതിലൊന്നും വിശ്വാസമില്ല, അമ്മ അമ്മയുടെ പാട് തിരക്കാൻ പറയും. അപ്പോൾ നമ്മൾ തലയെ കൈ വെക്കും, ദൈവം ഇതെന്ത് ഇങ്ങനെ പറയണത്? അവനങ്ങനെ പറയണം, അവന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനോട് താവലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവനെ പള്ളിയിൽ വിടും. അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ അവൻ്റെ മേത്ത് വരും. ദാർഢ്യമില്ലാതെ അവന് ജീവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അവൻ പ്രഖ്യാപിത നിരീശ്വരവാദിയായിട്ട് ചില മക്കൾ പ്രഖ്യാപിക്കും. ചില മക്കൾക്ക് ശരിക്കും കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം ഇതിന് വർഗീസ് പീറ്ററിൻ്റെ സാക്ഷ്യം, ആ സാറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ വൈഫ് പക്കാ ഫെയ്ത്ത്ഫുള്ളാണ്. ഇദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. അവരും ഗവൺമെൻറ് ഓഫീസറാണ്, ഇങ്ങനെയും ഗവൺമെൻറ് ഓഫീസറാണ്. പക്ഷേ വൈഫ് കോംപ്രമൈസ് ഇല്ലാത്ത വിശ്വാസിയാണ്. അപ്പോൾ ഒരു ജീവിത പങ്കാളി കോംപ്രമൈസ് ഇല്ലാത്ത വിശ്വാസിയായിട്ട് ഒത്തുതീർപ്പില്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏത് ഭർത്താവായാലും ഒത്തുതീർപ്പില്ല. ഭയങ്കര സംഭവമാണ്. വിശ്വാസത്തിൻ്റെ കാര്യം ഒത്തുതീർപ്പില്ല എന്ന് പറയണമെന്നൊക്കെ പറയണത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ചില സന്നിവേശനമാണ്. ഒരു ഒത്തുതീർപ്പുമില്ല. അപ്പോൾ വൈഫിന് ഒരു ഒത്തുതീർപ്പുമില്ല വിശ്വാസകാര്യത്തിൽ. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? ഇവളുടെ വിശ്വാസം കണ്ട്, ഇവളുടെ ഈ വൈഫിന് ജീവിത പങ്കാളിയുടെ വിശ്വാസം കണ്ട് അയാളുടെ നിരീശ്വരവാദം പതുക്കെ പതുക്കെ ഡയലൂട്ടാകാൻ തുടങ്ങി. ഇതാണ് സംഭവം. അതായത് നമ്മൾ ഒരു അവിശ്വാസത്തിൻ്റെ സാഹചര്യം മക്കളിൽ നിന്ന് വന്നാൽ, ജീവിത പങ്കാളിയിൽ നിന്ന് വന്നാൽ, നമ്മൾ അവരെ ഉപദേശിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അതിനേക്കാൾ ഫലവത്ത് നമ്മൾ കട്ടൻഡേറ്റായിട്ടുള്ള നമ്മുടെ ഒരു നിലനിൽപ്പാണ്. ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലനിൽപ്പ്. അതായത് രാവിലെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ 2 ആഴ്ച വഴക്കുണ്ടാകാം. കാപ്പി അനത്താതെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാതെ പള്ളിയിൽ പോയാൽ വീട്ടിൽ അതിൻ്റെ പ്രശ്നം 2 ആഴ്ച നിൽക്കുമെന്ന് കണ്ടാലും ചില ജീവിത പങ്കാളികൾ കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ചിട്ട് മരിച്ചൊന്നും പോകത്തില്ല. പക്ഷേ കർത്താവിനെ എൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോയെന്ന് വരും എന്നും പറഞ്ഞ് അവർ ബ്രേക്ക്ഫാസ്റ്റ് പോലും ചെയ്യാതെ നേരെ പള്ളിയിൽ പോകും. കുറേ തല്ലുപിടുത്തവും ബഹളവും ഒക്കെ അപ്പനും മക്കളും നടത്തിയാലും കുറച്ച് കഴിയുമ്പോൾ ഇവർ തിരിച്ചു വരും. കാര്യത്താൽ നീ ദൈവത്തിന് ഏറ്റുപറയുന്ന കാരണം ദൈവം നിന്നെ ഏറ്റുപറയും. അതാണ് അവിടെ വരുന്ന ഗുണം. അതുകൊണ്ടാണ് ഈ 10:32 പറയണത്. മത്തായി ശ്രീകാരുടെ സുവിശേഷമില്ലേ 10:32? എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിന്നെ ഏറ്റുപറയും. അതാണ് സംഭവം. ഇപ്പം വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാതെ പള്ളിയിൽ പോയി അപ്പനും മക്കളും കൂടി നിങ്ങൾ വരുമ്പോൾ തന്നെത്താൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരത്തെന്ന് വിചാരിച്ചോ? അവളൊരു പാഠം പഠിക്കട്ടെ, പള്ളിയിൽ ഓടി നടക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണമെന്ന് വെച്ചാൽ നിങ്ങളൊരു സൗമ്യമായിട്ട് നിന്ന് ഒരു പ്രശ്നവുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല, കഴിച്ചില്ല, ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി ഇത് സഹിക്കാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ടാകണം. എപ്പോഴും വിശ്വാസത്തിൽ സന്തോഷമാണ് വിശ്വാസത്തിലുണ്ടാകുക, ഒരു നിരാശ ഉണ്ടാകത്തില്ല. നീ പക്കാ വിശ്വാസിയാണെങ്കിൽ നിനക്ക് എപ്പോഴും സന്തോഷമുണ്ടാവും. എന്താണ്? കർത്താവിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതിലേ. ദൈവത്തിലെ ഇതാണ് ഒരു 5:41 വരണത്. നടപടി പുസ്തകത്തിന് 5:41 കർത്താവിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയെന്ന്. അതാണ് നടപടി പുസ്തകത്തിന് 5:41.
അതായത് ഒന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് സഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് അയ്യോ നിരാശ, അയ്യോ എന്നോട് ഇങ്ങനെ ചെയ്തല്ല, അവിടെ തന്നെ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. ഒരു സഹന സാഹചര്യം ഉണ്ടായാൽ യു ജസ്റ്റ് ഷിഫ്റ്റ് യുവർ പ്ലേസ്. ഒരു സഹന സാഹചര്യം ഉണ്ടായാൽ അടുത്ത സ്ഥലം നോക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വിഷയം പറഞ്ഞ ആ വിഷയം തന്നെ പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കരുത്. വല്ല കാര്യം ഉണ്ടായിരുന്ന പശുവിനെ കഴിച്ച് കെട്ടിയില്ല, അതല്ലേ കുഞ്ഞ് പോയി പാല് കുടിച്ചത്, അതും പറഞ്ഞുകൊണ്ട് ചില ചെടുത്തിമാർ പാല് കുറഞ്ഞു പോയാൽ, പശുവിന് പാല് കുറഞ്ഞു പോയാൽ കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ച മുഴുവനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വട്ട് കേസാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു സഹന സാഹചര്യം ഉണ്ടായി, യു ജസ്റ്റ് ഷിഫ്റ്റ് യുവർ പ്ലേസ്. അതാണ് 5:41 എന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ ഉണ്ടായി നിനക്ക് വേദനപ്പെട്ടു, ആ വ്യക്തികളിൽ നിന്ന് വേദനപ്പെട്ടു. അപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയും പിന്നെ ഇരിക്കരുത്. യു ജസ്റ്റ് ഷിഫ്റ്റ് യുവർ പ്ലേസ്. മനസ്സിലായി? അച്ഛൻ പറഞ്ഞ മനസ്സിലായാ? എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി, വ്യക്തികളിൽ നിന്നോ എന്തൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വിഷയം ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് തന്നെ ഹോൾഡ് ചെയ്ത് അവിടെ നിൽക്കരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷയവും സഹന സാഹചര്യവും അത് സന്തോഷമാകുന്നത് വരെ എന്നെ വിശ്വാസത്തിൽ വളർത്തണമേ. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസി ആരാണ്? ഒരു സഹനം എപ്പോഴാണ് നിനക്ക് സന്തോഷമായി മാറണത്, അപ്പോഴാണ് നീ വിശ്വാസിയാകണത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു സഹനം അത് യേശുനാമത്തിൽ ഉടനെ എടുക്കാൻ കഴിയണം. നമ്മളുടേത് ടൈം മദറാണ്. ടൈം മദറുമായിട്ട്, സമയമാതാവുമായിട്ട് നിങ്ങൾക്ക് നല്ല സമർപ്പണം ഉണ്ടെങ്കിൽ അമ്മ തരുന്ന ഒരു ദാനം, നിനക്ക് സംഭവിക്കുന്ന ഒരു വിഷയം യേശുനാമത്തിൽ ഏറ്റെടുത്ത് ഈ നടപടി 5:41 പ്രകാരം സഹനം സന്തോഷമാക്കി ഫീൽ ചെയ്യിക്കുന്നതിന് എടുക്കേണ്ടി വരുന്ന സമയം കുറഞ്ഞിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ചിലർക്ക് ഒരു സഹന സാഹചര്യം 3 കൊല്ലമോ അല്ലെങ്കിൽ 4 കൊല്ലമോ കഴിഞ്ഞിട്ട് മാത്രമേ അയ്യോ അത് ദൈവാനുഗ്രഹമാണല്ലോ, ദൈവപരിപാലനം ആയിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ചില വിഷയം അപ്പം തന്നെ തോന്നും ഇത് ദൈവപരിപാലനയാണെന്ന് തോന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം, ഇപ്പോൾ ജോലി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിൽ ഉടനെ വരണം 12:7 ഉടനെ വരണം നിൻ്റെ മനസ്സിൽ. ലൂക്കായുടെ സുവിശേഷം 12:7 എന്താണ്? ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ല, അതിലൊന്നു പോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഭാര്യയും 2 മക്കളെ, അമ്മയും 2 മക്കളെയും കണ്ട്. അപ്പോൾ അവർ കോവിഡെല്ലാം കഴിഞ്ഞിട്ട്, ഞാൻ പണ്ടിവിടെ സ്ഥിരം വരുന്ന ആൾക്കാരായിരുന്നു, ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ കാണേണ്ടത്. അപ്പം ഞാൻ ചോദിച്ച് പിള്ളേരുടെ പപ്പ എന്നാ വിശേഷമെന്ന് ചോദിച്ചു. പറഞ്ഞ് അച്ഛൻ നല്ല വണ്ണം ഇരിക്കണം, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പുതിയ വീടൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞു. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ 10ാം ക്ലാസ് തോറ്റ ആളാണ്. പക്ഷെ അയാൾക്ക് ഒരു മനസ്സിൽ പെട്ടെന്ന് നമ്മളെ കൃപാസനം പ്രാർത്ഥനയിൽ പണ്ട് മുതലേ വരുന്ന ആളാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് പണ്ടത്തെ ദമ്പതി ധ്യാനത്തിൽ വരുന്ന ആൾക്കാരാണ്. അയാൾക്ക് തോന്നി എനിക്ക് അമേരിക്കയിൽ പോകണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ തോന്നണമെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് ഈ 10ാം ക്ലാസ് പാസ്സായ ആൾക്കാർ അമേരിക്കയിൽ പോയിട്ട് എന്നെ കാണിക്കാനാണ്, ഭാഷ പോലും കിട്ടത്തില്ലല്ലോ. പക്ഷെ പുള്ളിക്കിങ്ങനെ ഈ നമ്മൾ അടച്ചുപൂട്ടിയ അസ്ഥികൾക്കുള്ളിൽ അടച്ചുപൂട്ടിയ തീ പോലെ പുള്ളിക്ക് ഭയങ്കര ബോധ്യമാണ് അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന്. വർഷം മെക്കാനിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ 7 പേര് പോകുന്നുണ്ട്, അപ്പോൾ അവർ 7 പേര് 6 പേരും വന്നില്ല, ഞാൻ അവരുടെ പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു ദിവസം ഒരു കാലത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ഇപ്പം ഇതിൻ്റെ അകത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ വൈഫ് ഭയങ്കര വിശ്വാസിയാണ്. അവൾ പറഞ്ഞ് അച്ഛൻ പറഞ്ഞില്ലേ ഇപ്പം പോകണ്ട, നീ ഇടി എന്ത് പൊട്ടത്തറേ കാണിക്കണത്, അവർ 6 പേരുടെ കൂടെ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പോകണത് പിന്നെ എന്ന് പറയും.
അവരുടെ കൂടെ അല്ലേ പോകേണ്ടത്. അല്ല ഞാൻ ഒറ്റയ്ക്ക് പോകണേ എങ്ങനെ ശരിയാകും? എനിക്ക് അവിടെ പോയിട്ട് വല്ല ആകാശഭൂമി അറിയാവാ. പിന്നെ നീ എന്തിങ്ങനെ പറയണത്? അല്ല അച്ഛൻ പറഞ്ഞല്ലേ പോകണ്ടെന്ന് പറഞ്ഞു. അയാൾ പോയില്ല. 6 പേര് കയറിപ്പോയി. എന്നിട്ട് ഈ 6 പേരും 3 മാസം കഴിഞ്ഞപ്പോൾ കാശെല്ലാം പോയി തിരിച്ചു പോന്നു. 6 പേരും തിരിച്ചു പോന്നു. അവിടെ കാശെല്ലാം പോയി തിരിച്ചു പോന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങേര് കയറിപ്പോയി, ഒറ്റയ്ക്ക് കയറിപ്പോയി. അപ്പോൾ അതിന് IELTS കാര്യങ്ങളൊന്നുമില്ല. കാര്യം വർക്ക്ഷോപ്പിലെ വർക്കിന് പോകണതാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം പണി അറിഞ്ഞാൽ മതി അവിടെ. അപ്പോൾ അദ്ദേഹം പോയിട്ട് ഇന്നും അദ്ദേഹം വന്നിട്ടില്ല. 3 കൊല്ലമായിട്ട് അമേരിക്കയിലാണ്. ഇപ്പോൾ അത്യാവശ്യം കടങ്ങളെല്ലാം തീർന്ന് പിള്ളേരൊക്കെ തന്നെയാണെങ്കിൽ നല്ല വളർന്ന് മിടുക്കന്മാരായിരിക്കണം. അമ്മയും കുഞ്ഞുങ്ങളായിട്ട് നാട്ടിൽ താമസിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആദ്യം ഒന്ന് ഫ്ലോപ്പായി കഴിയുമ്പോൾ അയാളെ ഭയങ്കര തട്ടുപിടിച്ചായിരുന്നു ശരിക്കും. ഇത് കാര്യം ഇത് എന്ത് മണ്ടത്തടയിൽ പറയണം. അവർ 6 പേരുടെ കൂടെ പോയില്ലേ പിന്നെ ഞാനെങ്ങനെയാണ് നട്ടു നിൽക്കണത്? ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കയറിപ്പോണത് എങ്ങനെയാണ്? തട്ടുപിടിച്ചാണ് ഇവിടുന്ന് പോണത്. പക്ഷേ വൈഫ് പെട്ടെന്ന് അവർക്ക് സമയം കുറവാണ്. ഒരു കാര്യം ദൈവഹിതം മനസ്സിലാക്കാൻ വിശ്വാസിക്ക് പെട്ടെന്ന് സാധിക്കും. കാര്യം വിശ്വാസി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും സംഭവം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അതിൻ്റെ പോസിറ്റീവ് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം വിശ്വാസിക്ക് കുറവായിരിക്കും. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായ? ഒരു നെഗറ്റീവ് ജീവിതത്തിൽ സംഭവിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം ഇല്ല. അതിൻ്റെ അടിയിലെല്ലാം പോസിറ്റീവ് ഉണ്ടാവും. ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാവും. ദൈവത്തിൻ്റെ ആൾക്കാർക്ക് അതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇവള് കട്ടനോട് പറഞ്ഞത് കുഴപ്പമില്ല, ഇത് ശരിയാകുമെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു വർത്തമാനത്തിലല്ല അവൾ അന്ന് നിന്നത്. ആ മനുഷ്യൻ വൈഫിൻ്റെ വർത്തമാനത്തിൽ നിന്നതാണ്. കാര്യം വൈഫിന് പ്രശ്നമില്ല. അങ്ങനെ അതായത് ദൈവഹിതം തന്നെ നിറവേറ്റണമെന്ന് നിർബന്ധമുണ്ട്. അത് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇയാൾക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഈ വിശ്വാസിയായി ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നെഗറ്റീവ്സ് എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും പോസിറ്റീവ് തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല. കാര്യം ഈ നെഗറ്റീവ്സിൽ തന്നെ ഒരു 10 നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 9 വർക്കൗട്ട് ചെയ്യുമ്പോൾ കാലാന്തരത്തിൽ അത് പോസിറ്റീവായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ ഒരു ഫലമാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതികൂല കാര്യങ്ങള് അതിൻ്റെ ദൈവഹിതം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സമയമാതാവേ, വചനം ഗ്രഹിക്കാനുള്ള സമയത്തെ എനിക്ക് ചുരുക്കി തരണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഇതൊരു സീരിയസ് വിഷയമാണ്. അതായത് ഒന്ന്, അവിശ്വാസം നമ്മൾ മുമ്പിൽ കണ്ട മക്കളുടെ അവിശ്വാസമോ ജീവിത പങ്കാളിയുടെ അവിശ്വാസമോ മുന്നിൽ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് അവരോട് തർക്കിക്കാൻ പോകുകയല്ല, മറിച്ച് എന്താണ്, നമ്മുടെ വിശ്വാസം വെള്ളം ചേർക്കാതെ കണിശമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നെന്ന് അവർക്ക് മനസ്സിലാകണം. അതാണ് 5:41. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ അത് നമുക്കൊരു നിരാശ സങ്കടവുമല്ല, മറിച്ച് സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകണം. തന്നെയല്ല, നിനക്ക് മനസ്സിലാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു സഹനം വരുമ്പോൾ അങ്ങയെ മുൻനിർത്തി അത് സന്തോഷമായി അനുഭവിക്കാൻ അപ്പോസ്തലന്മാരുടെ അഭിഷേകം എനിക്ക് നൽകണമേ. സ്തുതികട ഹല്ലേലൂയ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അതെല്ലാം സന്തോഷമാക്കി മാറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റുപറച്ചിലാണ്. നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഏറ്റുപറയാം. വിശ്വാസം എപ്പോഴും ഏറ്റുപറയാനുള്ളതാണ്, അല്ല രഹസ്യമായി നമ്മൾ സൂക്ഷിക്കാനുള്ളതല്ല. വിശ്വാസം ഏറ്റുപറയണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് വിനയമാണ്. ഈ വിനയവും വിശ്വാസവും തമ്മിൽ കുറേ അധികം ബന്ധമുണ്ട്. വിനയവും വിശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അപ്പോൾ വിശ്വാസം ഏറ്റുപറയണമെങ്കിൽ എന്ത് വേണം? കാര്യം നമ്മുടെ ഈഗോ ഇല്ലേ, എല്ലാ മനുഷ്യർക്കും ഒരു ഔന്നത്യബോധം ഉണ്ടല്ലോ. കാര്യം ഒരു സെൽഫ് എസ്റ്റീം, ഞാൻ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുള്ള ബോധമില്ലേ. അങ്ങനെയുള്ള ബോധങ്ങൾ ഒരു കാലത്തും നമുക്ക് വിശ്വാസം വളരാൻ പറ്റത്തില്ല. ഐ ആം സംതിങ് എന്ന് പറയുകയും മറ്റുള്ളവരെ കൊണ്ടത് മറ്റുള്ള മുമ്പിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ വരും. അതെന്താ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി. മില്ലി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യമാണ്. അവളാണ് 43 വയസ്സിൽ കല്യാണം കഴിച്ചത്, ഉടമ്പടി എടുത്തപ്പോൾ. അപ്പോൾ അത് സെക്കൻഡ് മാരേജാണ്. നല്ല വയസ്സുകാലത്ത്, നല്ല ചെറുപ്പകാലത്ത് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അത് എന്തോ മാനസിക രോഗമൊക്കെ ആയിട്ട് പിരിഞ്ഞതാണ്. പിന്നെ അവൾക്ക് കല്യാണം പേടിയായിരുന്നു, കല്യാണം കഴിക്കുക എന്നുള്ളത് പേടിയായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണ ചില സംഭവങ്ങളെക്കാളുപരി വേറെ ചില വികാരങ്ങൾ, ഇപ്പം മെലിക്ക് പേടിയാണ്. എന്തിനു പേടിയാണ്? ആദ്യം ഒരു മാനസിക രോഗിയെ കല്യാണം കഴിച്ച് ഭയങ്കര പുരിവാലായ ജീവിതം തീർന്നതാണ്. വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പരീക്ഷിക്കാൻ ജീവിതം അവൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അവളുടെ പേടി മാറി. ഇപ്പോൾ ഡോക്ടർ വർഗീസ് പീറ്റർ സാർ പറഞ്ഞ എന്താണ്, ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ വിശ്വാസ നിലവാരം വർദ്ധിച്ചു. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന ഈ കാര്യസാധ്യത്തിൻ്റെ അപ്പുറത്ത് കുറേ സംഭവങ്ങളുണ്ട് ഉടമ്പടിയിൽ. കാര്യം ഒന്ന്, സഹനം സന്തോഷമായി മാറും. പിന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വിനയം വരും. ഒരു കാര്യം ചെയ്യാനുള്ള അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള കൃപ ലഭിക്കും നമുക്ക്. ഇപ്പോൾ ഇവർക്ക് എന്നാ കിട്ടിയിരിക്കണത്, ഇപ്പോൾ മിലി പറയണത് ഇവളുടെ ജോലിയും പോയി വിവാഹവും നടക്കണില്ല. 2 പ്രശ്നമാണ്. ഇപ്പം 43 വയസ്സുണ്ട്, പക്ഷേ ജോലിയുണ്ട്, കമ്പനി ജോലിയുണ്ട്, നല്ലൊരു പേരും കൊള്ളാവുന്ന ജോലിയാണ്. ആ ജോലിയും പോയി, ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ജോലിയും പോയി, വിവാഹം വെക്കണില്ല. പക്ഷേ ഉടമ്പടി എടുത്താൽ ശരിയാകുമെന്ന് പറയുന്നുണ്ട്, അവളുടെ മനസ്സ് പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഈ വർഗീസ് പീറ്റർ നിരീശ്വരവാദി എന്ന് പറഞ്ഞ ആ സാർവരും പറയണത്, ലോകത്തിൽ ഒത്തിരി ഇതുപോലെയുള്ള അനുഗ്രഹപ്പാടുകളും ധ്യാനകേന്ദ്രങ്ങളും ഉണ്ടെങ്കിലും ഈ ഉടമ്പടി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു പക്ക പ്രയറാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഇനി വരുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരും, 270 പേജുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഉടമ്പടിക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ എന്ത് സീരിയസ് ബുക്കാണതെന്ന്. അപ്പം അത് കൊണ്ട് ഇത് ടെക്സ്റ്റ് ബുക്ക് വൈസ് പഠിക്കേണ്ട, അക്കാഡമിക് ആയിട്ട് പഠിക്കേണ്ട ഒരു പഠനമാണ്. ഇപ്പോൾ ഈ മിലിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിക്ക് കല്യാണം നടക്കണില്ല, അവരുടെ ജോലിയും പോയി. അപ്പോൾ ഇത് രണ്ടും ഇനി നടക്കണം, അത് നടക്കുകയോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഉടമ്പടി എടുത്താൽ നടക്കുമെന്ന് അവരുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ അവരുടെ അനുഭവങ്ങൾ വെച്ച് ഇവരോട് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഉടമ്പടി എടുക്കും മിലി പോയി, ഇതെല്ലാം ആയിട്ട് മാതാവ് നടത്തുമെന്ന് എല്ലാ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ മിലിയോട് പറയുന്നുണ്ട്. പക്ഷേ മിലിയുടെ പ്രശ്നം വെച്ചാൽ അവർ ഓഫീസറാണ്. അപ്പോൾ അവർക്ക് ഈ പത്രം കൊണ്ടു നടന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അവരുടെ പ്രശ്നം. കാര്യം ഉടമ്പടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുത്താലും പുതുക്കണമെങ്കിലും കൃപാസനം പത്രം വാങ്ങിച്ച് പ്രാർത്ഥനാപൂർവം വിതരണം ചെയ്യണം. യേശുവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം.
അപ്പോഴിങ്ങനെ പത്രവും എടുത്തുകൊണ്ട് ഓരോ കടയിൽ പോവുക, വീട്ടിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അടുത്ത വണ്ടിക്ക് കയറിപ്പോയി. പത്രം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോയപ്പോഴാണ് ജോലിയും പോയത്. വിവാഹത്തിന് വേണ്ടിയാണ് വന്നത് ഇവിടെ. അപ്പോൾ ജോലിയും പോയി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം അവൾക്ക് പത്രം കൊടുക്കാനുള്ളൊരു ധൈര്യത്തിന് വേണ്ടി ഇവൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു പ്രാവശ്യങ്ങളിൽ നിന്ന് കൊടുത്താൽ മതിയായിരുന്നെന്ന്. ഉടനെ പെട്ടെന്ന് സ്വപ്നത്തിൽ കുറേ കടകളിങ്ങനെ കാണിക്കും. പത്രം കൊടുക്കേണ്ട കടകൾ മാതാവ് കാണിക്കും. മാതാവ് നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ സാധാരണ നിലവാരത്തിൽ കിട്ടാത്ത, റേഞ്ചിൽ കിട്ടാത്ത കുറേ സംഭവങ്ങൾ ഈ സഞ്ചാരി മാതാവിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഇപ്പം തന്നെ ഇവളോട് എന്താ പറയണത്, ഇവളൊക്കെ കുറേ കടകൾ കാണിക്കും. അപ്പോൾ ഈ കടകളെല്ലാം എന്നിട്ട് ഇവളോട് പറയും, ഈ കടകളിൽ ഈ നിരനായി റോഡെ കാണുന്ന കടകളില്ലേ, ഈ കടകളിൽ ചില കടകളിൽ കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ നീ ചെന്ന് ചോദിച്ചാൽ പത്രം അവരെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പിറ്റേ തൃശ്ശൂർ കുട്ടമ്പള്ളി ആ ലൈനിൽ പോയി കടകളെല്ലാം നോക്കിയപ്പോൾ ഈ പറഞ്ഞ മാതാവ് പറഞ്ഞ ശരിയാണ്. ചില കടകൾ ഇതിന് കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുക. അപ്പോൾ അത് മാതാവ് പറഞ്ഞ കണ്ടപ്പോൾ സമാധാനമായി. തിരിച്ചിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് 10 രൂപ മേടിച്ചുകൊണ്ട് ഈ അമ്മ പറഞ്ഞ എല്ലാ കടയിലും കൊണ്ടേ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം നടന്നതാണ്. പെട്ടെന്ന് തന്നെ ആ കമ്പനി ലോക്കൗട്ട് ആകാൻ പോയ കമ്പനി അവളുടെ കൂട്ടുകാരെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി. എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പെട്ടെന്ന് ക്ലിയറായത്. നമ്മൾ ഈ എളിമപ്പെട്ട് ഇപ്പോൾ എന്നാ ചെയ്യണത്, അവർ ഒരു കെട്ട് പത്രത്തിന് വരെ 3 കെട്ടും ചോദിച്ചുകൊണ്ടാണ് പോണേ ഇവിടുന്ന്. സാക്ഷ്യം പറയുമ്പോൾ അത് സന്തോഷത്തോടെയും അതാണ് കൊടുക്കണത്. സന്തോഷം കൊടുക്കണ ചില ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 5:41 വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? കർത്താവിന് വേണ്ടി സഹിക്കുക, കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ. കാര്യം കൃപാസനം പത്രത്തിൻ്റെ ഗുണമെന്ന് പറയണത് അത് ആദ്യ നിമിഷം മുതൽ വെഞ്ചരിക്കും. ഇപ്പോൾ ചില മീഡിയയൊക്കെ പണ്ട് പത്രത്തിനെതിരെ വിവാദങ്ങളുണ്ടായപ്പോൾ മീഡിയയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാർ വീഡിയോ ചെയ്ത് എന്താണ് ആ വെഞ്ചരിപ്പൊന്ന് നിർത്തുകയാണെങ്കിൽ ആൾക്കാർ അന്ധവിശ്വാസത്തിലോട്ട് പോകത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ആ വെഞ്ചരിപ്പൊന്ന് നിർത്തുക. പക്ഷേ കൃപാസനത്തിൻ്റെ രീതി എന്ന് പറയണത് അമ്മയുടേതായിട്ട് എന്ത് കൊടുത്താലും, ഇപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊരു കിണറുണ്ടായിരുന്നു. ആ കിണർ ഞങ്ങൾ ഇപ്പം അതിൻ്റെ വാട്ടർ കാക്കനാട് കൊടുത്ത് അതിൻ്റെ കറക്റ്റാണ് അതിൻ്റെ കണ്ടൻസ് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് ഇന്നത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഉടമ്പടി പുതുക്കിയാൽ എടുത്താൽ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ ഭൂമിയിലുണ്ടായിരുന്ന മണ്ണും വെള്ളമൊക്കെ കൊടുക്കും. എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെര പണിയാൻ പറ്റണില്ല, അടിത്തറ കെട്ടി, പക്ഷേ പിന്നീട് ലോൺ പാസ്സായില്ല, അല്ലെങ്കിൽ അങ്ങനെ കടന്നുപോയ സംഭവങ്ങൾ. അപ്പോൾ അവിടെ കൊണ്ടുപോയി അമ്മ പ്രത്യക്ഷപ്പെടിയിടത്തെ മണ്ണ് വിശ്വാസപ്രമാണം ചൊല്ലി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിശ്വാസമല്ലേ നമ്മളെന്താണ് ചെയ്തത്. അതായത് ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ആത്മീയമായ തത്വങ്ങളുണ്ട്. അല്ല വെറുതെ വെള്ളം കൊണ്ടുപോയി മണ്ണ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഉപ്പും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതായത് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ടിടത്ത മണ്ണാണ് കൊണ്ടുപോയി നമ്മുടെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടണമെന്ന് വിചാരിച്ചോ? സ്ഥലം വിറ്റ് പോകണില്ല, അതുകൊണ്ട് ഇടുകയാണ് കൊണ്ടുപോയിടുകയെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റണില്ല, നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണിടുകയാണെന്ന് വിചാരിച്ചോ? അല്ല കിണറിൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. കിണറിൽ കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ഇതുപോലെ ഇപ്പോൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സന്ദേശം, ഒരു ചേച്ചി ഇവിടെ കിണറിൽ വെള്ളം വറ്റിപ്പോകുന്നതിനെക്കുറിച്ച് വേദനിക്കുന്നു. പിന്നെ ഉടനെ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റി. എന്താണ്? ഇനി ഒരു കാലത്തും അവരുടെ വെള്ളം കിണറ്റിൽ വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ഒരിക്കലും ആ വെള്ളം പറ്റണില്ല. കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യമാണത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കന്നുകാലികളെല്ലാം കുടിപ്പിക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ്. കാര്യം അവർക്ക് ഫാമുള്ള ആളാണ്.
ഫാമുള്ളതെല്ലാം പക്ഷേ ഫാമിനും മനുഷ്യർക്ക് വേണ്ടി ഈ കിണറിലെ വെള്ളം തികയത്തില്ല. അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ കിണർ വറ്റും. ഇത് വർഷങ്ങളോടെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ആ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾത്താറിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരികയാണ്, കിണറിലെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ആ പ്രാർത്ഥന ഏറ്റെടുത്തിരിക്കണമെന്ന്. ഇതാണ് കർത്താവിൻ്റെ ഒരു അവസ്ഥ. നീ എന്നാ പറഞ്ഞാലും അത് നിന്നേക്കാൾ സീരിയസ് ആയിട്ടാണ് ദൈവം ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നിട്ട് അന്ന് മുതലേ ആ കിണറ്റിൽ ഇന്ന് വരെ വെള്ളം മാറിയിട്ടില്ല. അപ്പോൾ നമ്മളോർക്ക് ഇതൊക്കെ എങ്ങനെയാണ് കർത്താവ് ചെയ്യണത്, നമുക്കിതൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളെ റീസണബിളായിട്ട് ചോദിക്കും. പക്ഷേ വിശ്വാസമെന്ന് പറയണത് അവിടെ റീസണൊന്നുമില്ല. ഒരു വ്യക്തി അനുഭവിക്കുന്ന സങ്കടങ്ങളുടെ വൈകാരിക തലങ്ങളേ ഉള്ളൂ. അവിടെ ബുദ്ധിയൊന്നുമില്ല. ഒരു വ്യക്തി അനുഭവിക്കുന്ന കാര്യം അവരുടെ വീട്ടിലെ കിണർ വറ്റിപ്പോയ അവസ്ഥ അറിയാമല്ലോ. ഈ കന്നുകാലികൾക്കെല്ലാം വെള്ളം ഉണങ്ങി വേറെ അടുത്ത കിണറ്റിൽ പോകേണ്ടി വരും. അതൊന്നും നടക്കത്തില്ല. പിന്നെ പൊറുതി മാറി പോകാനേ പറ്റത്തുള്ളൂ. അതെല്ലാം ആർക്കും വിറ്റിട്ട് പോരാനേ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനവന് വരുമ്പോഴാണ് കേൾക്കുമ്പോൾ അവർക്കും ഇതിൻ്റെ കാര്യം നിരധിക്കുന്നത് എന്ത് കാര്യം എന്ന് ചോദിക്കും. പക്ഷേ അവനവന് ഈ വിഷയം വരുമ്പോഴാണ് വിഷയം എന്തുമാത്രം ഗൗരവമാണെന്ന് മനസ്സിലാക്കണത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഇപ്പം മണ്ണ് കൊണ്ടിടുന്നു, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടിടുന്നു, അല്ലെങ്കിൽ ഉപ്പ് കൊണ്ടിടുന്നു നേർച്ച വസ്തുക്കൾ. ഈ നേർച്ച വസ്തുക്കൾ ഇടുമ്പോൾ നമ്മളത് എന്തിടുന്നോ അല്ല പ്രശ്നം, എങ്ങനെ ഇടുന്നു, എന്തുകൊണ്ടിടുന്നു. എന്താ കാര്യം? അവിടെ ഒരു ഏറ്റുപറച്ചിലിൻ്റെ ഒരു വിഷയമുണ്ട്. എന്താണ് ഏറ്റു പറയണത്? റോമാ 10:9 നമ്മൾ ഏറ്റു പറയണത്. നിങ്ങൾ വെള്ളം ഇടുമ്പോഴും മണ്ണിടുമ്പോഴും ഉപ്പിടുമ്പോഴും ഒക്കെ നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾ ഏറ്റു പറഞ്ഞത് എന്താണ്? യേശു കർത്താവാണെന്നാണ് അതരം കൊണ്ട് ഏറ്റു പറയണത്, അല്ലേ? വിശ്വാസ പ്രമാണം ചെല്ലിയല്ലേ നമ്മൾ ഉടമ്പടി തൈലം തേക്കണത്? വിശ്വാസ പ്രമാണം ചെല്ലിയല്ലേ നമ്മൾ ഉടമ്പടി ഉപ്പ് കിണറ്റിലിടണത്? അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവവും, ഇപ്പോൾ ചെവിപ്പഴുപ്പെന്നും പറഞ്ഞ് ഈ മിലിയുടെ സാക്ഷ്യത്തിലൊന്നാണ് ഇയർ ബഡിൽ ഉടമ്പടി തൈലം എപ്പോഴും ചെവിപ്പഴുപ്പാണ്. മുച്ചുണ്ടുകാർക്ക് എപ്പോഴും ചെവിപ്പഴുപ്പുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു അസുഖമാണ്, എപ്പോഴും ചെവിയുടെ പഴുപ്പാണ്. അപ്പോൾ അവരെന്നാ ചെയ്യണത്? അവർ ഉടമ്പടി എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് ഇവർ ചെവിയിൽ തൊടും. അപ്പോൾ അതോടുകൂടി ചെവി പഴുപ്പ് തീരുകയാണ് സാക്ഷ്യം. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈജീനിക്കായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും ഞങ്ങളിവിടെ തരുന്നതെല്ലാം വളരെ ശ്രദ്ധിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആ ബോട്ടിലൊക്കെ നല്ല വിലയാണ്. പക്ഷേ വില നോക്കിയല്ല ഞങ്ങൾ നിങ്ങൾക്ക് തരണത്, അതിനകത്തിരിക്കുന്ന വിഷയം നോക്കിയാണ് അത് തന്നത്. അപ്പം അതുപോലെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുകയും. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോ നേർച്ച വസ്തു നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് എന്താ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചവനെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഏറ്റുപറച്ചിലാണ്. ഇനി കുറച്ചുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. യേശുവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഏറ്റുപറച്ചിലാണ്. ഇപ്പം നമ്മുടെ പത്രോസില്ലേ, പത്രോസ് ഉദാഹരണത്തിന് ലൂക്ക 5:8 പത്രോസ് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റു പറയുന്ന സംഭവമുണ്ട്. എന്താണ്? അത്ഭുതകരമായ മീൻപിടുത്തം കിട്ടിയപ്പോൾ അവൻ കർത്താവിൻ്റെ കാൽക്കൽ കമന്നടിച്ച് വീണിട്ട് പറഞ്ഞത് എന്താണ്? കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാപിയാണെന്നുള്ളത് ഒരു ഏറ്റുപറച്ചിലാണ്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അതേ മെക്കാനിസം തന്നെയാണ് കർത്താവെ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയണത്. പറഞ്ഞാൽ മനസ്സിലായാ?
നിങ്ങൾക്ക് ദൈവത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തിന്മകളുടെ വശങ്ങൾ ഏറ്റുപറയണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ചില ആൾക്കാർക്ക് വരുന്ന അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീക്ക്നെസ് അവർ മനസ്സിലാക്കും, പക്ഷെ മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. ഇത് നമ്മൾ ഏറ്റുപറയണം. ഏറ്റുപറയണത് ഒന്നെങ്കിൽ ഈ സഭയിലുള്ള ഏറ്റുപറച്ചിലെന്ന് പറയണത് ഒന്നെങ്കിൽ നമ്മൾ പൊതുവായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ജനങ്ങളോട് ഏറ്റുപറയും. ഞാനിങ്ങനെ ഇപ്പോൾ ആ നിരീശ്വരവാദിയായ ഡോക്ടർ വർഗീസ് പീറ്റർ പറഞ്ഞ ഏറ്റുപറച്ചിലാണത്. ഞാൻ കർത്താവിനോട് വിശ്വാസമില്ലാതെ നടന്നു പോയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ, അതിലെനിക്ക് ഒത്തിരിയേറെ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപറച്ചിലാണ്. നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ എളുപ്പമാണ്. അല്ല ഇത് എന്ത് ചെയ്യാം, എല്ലാം വന്ന് സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണെന്നല്ല. ആ സംഭവങ്ങളെല്ലാം കൃപയാക്കി മാറ്റണമെങ്കിൽ നീ കൃപാസനത്തിൽ നിന്ന് പോകണമെങ്കിൽ തന്നെ മാതാവിനോട് പറഞ്ഞ അമ്മേ അബദ്ധങ്ങൾ കുറേ പറ്റിയിട്ടുണ്ട്, ഞാനിപ്പോഴത് മനസ്സിലാക്കുകയാണ്, ഏറ്റുപറയുകയാണ്, എന്നെ സഹായിക്കണം. കാരണം ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ സംഭവമാണ്. പ്രാർത്ഥനയേക്കാൾ ശക്തമാണ് ഈ ഏറ്റുപറച്ചിലിന് വരണത്. കാരണം ഏറ്റുപറച്ചിൽ തന്നെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഏറ്റുപറച്ചിലാണെങ്കിൽ ഇപ്പോൾ ആ ചുങ്കക്കാരൻ എന്താ പറയണത്? ദൈവമേ പാപിയായി എൻ്റെ മേൽ കനിയണമേ. അപ്പം നീതീകരണമാണ്. അപ്പോൾ കർത്താവ് പറയും അവൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് പറയണത്. അവിടെ അവൻ എന്താ ചെയ്തത്? അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ലാതെ കർത്താവിനോട് പറഞ്ഞു, കർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി നിന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. എന്താ പറയണത്? കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് കനിയണമേ. അപ്പോൾ തന്നെ നീതീകരണമായി. ദയവേദലേ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിശുദ്ധിയോടെ കൂടി ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയണം. ഏറ്റുപറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണമല്ല. ഏറ്റു പറയുന്നതിൻ്റെ ഓരോ ഉദ്ദേശവും ആ പാപം പിന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല. ഏറ്റു പറയണ ഓരോ കാര്യവും വെറുത്തുപേക്ഷിക്കാനുള്ളതാണ്. അങ്ങനെ ഏറ്റു പറഞ്ഞ് വെറുത്തുപേക്ഷിക്കുകയാണെങ്കിൽ നീ ക്ലീനായി. അപ്പോൾ പിന്നെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വകുപ്പായി. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള എല്ലാ അവസ്ഥകളും പാപ സാഹചര്യങ്ങളും വേദനയോടെ അനുതാപത്തോടെ ഏറ്റുപറയാനുള്ള കൃപ നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോരോ രോഗങ്ങളെ സമർപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കുന്നു. അപ്പോൾ സ്തുതിപ്പിൻ്റെ ആരാധന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം പാലിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. 6 വിഷയങ്ങൾ, ഉടമ്പടി വിഷയങ്ങൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളെ, നിങ്ങൾ ശരീരത്തിലെ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളെ കൈകൾ വെച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴേ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എവിടെയാണ് രോഗം? തൈറോയിഡെങ്കിൽ തൈറോയിഡ്. അപ്പോൾ തുളസിറ്റുകാർ തൊണ്ടയിൽ കൈവെക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം യേശു കർത്താവാണെന്ന് പറയണം. റോമ 10:9 അനുസരിച്ച് പറയണം യേശു കർത്താവാണെന്ന് പറയണം.
പറഞ്ഞ് യേശു കർത്താവാണ്. യേശു കർത്താവാണ്. രോഗമല്ല കർത്താവ്. രോഗമല്ല കർത്താവ്. യേശു ആണ് കർത്താവ്. യേശു ആണ് കർത്താവ്. യേശു കർത്താവാണ്. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ യേശു കർത്താവാണ്. എന്റെ അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. യേശു കർത്താവാണ്. രോഗങ്ങളുടെ മേൽ കർത്താവാണ്. എല്ലാ ജീവിത ഭാരങ്ങളുടെ മേൽ യേശുവാണ് കർത്താവ്. കർത്താവേ, എന്റെ രോഗങ്ങളെ ഇപ്പോഴ് അങ്ങ് ഏറ്റെടുക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹ ഭൂമിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വാസനത്തിൽ വെച്ച് അമ്മയുടെ മധ്യസ്ഥതാൽ എന്റെ രോഗങ്ങളെ, എന്റെ കുടുംബത്തിലുള്ളവരുടെ രോഗങ്ങളെ ഓ ദിവ്യകാരുണ്യമേ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഞാൻ അങ്ങയെ കർത്താവാണെന്ന് ഏറ്റുപറയുന്നു. ഞാൻ അങ്ങയെ ഉത്ഥാനത്തെ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ തിരുവിരാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് എന്നോടും എന്റെ കുടുംബത്തോടും കരുണ തോന്നണമേ. കർത്താവേ, അനേകം മക്കള് കണ്ണുനീരോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഹൃദയരോഗമുള്ളവരിലെ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. എല്ലാ ക്യാൻസർ രോഗമുള്ളവരുടെ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. കർത്താവിന്റെ വിശുദ്ധ രക്തം രോഗികളുടെ മേൽ തളിക്കപ്പെടട്ടെ. കർത്താവിന്റെ വിശുദ്ധ രക്തം എല്ലാ തളർച്ചയുള്ളവരുടെ മേലെ തകർച്ചയുള്ളവരുടെ മേലെ തളിക്കപ്പെടട്ടെ. കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ ഞാൻ ഊർജ്ജസ്വലനാകട്ടെ. കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. രോഗങ്ങൾ നാമത്തിൽ ഇപ്പോഴേ മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഉദര രോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കണം. കാര്യം ഉദരം എപ്പോഴും തട്ടി വെറുക്കുന്നവരെ, എപ്പോഴും ഇരിച്ചിലും ഉള്ളവരെ, പുളിച്ച് തികട്ടുന്നവരെ, അൾസർ രോഗികൾ, അങ്ങനെയുള്ളവരെല്ലാം ഉദരത്തിൽ കൈവെക്കണം. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണമെന്നുള്ള ഓർക്കണം. നിങ്ങൾ ഇന്ന് കാണുന്ന രോഗം നാളെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവത്തില്ല. ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ബ്രസ്റ്റിൻ്റെ അസുഖമുള്ളവരെ ബ്രസ്റ്റിന് കൈവെക്കണം. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. മക്കളില്ലാത്തവർ ഉദരത്തിൽ കൈവെക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവരും തലയ്ക്ക് ചൂടുള്ളവരും ഉറക്കമില്ലാത്തവരും തലയിൽ കൈവെക്കണം. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കണം. വലിയ ശ്വാസം മുട്ടൽ ആസ്മ രോഗികൾ നെഞ്ചിന് കൈവെക്കണം. അച്ഛനിപ്പോൾ എല്ലാ മേഖലകളിലും സമയത്ത് പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ മക്കളെ സ്തുതിച്ചാൽ മാത്രം മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, ഒന്നും അസാധ്യമില്ലാത്തവൻ ഈശോ, എല്ലാം സാധ്യമായവൻ ഈശോ, നിനക്ക് സ്തോത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധനയും. ശിരസ് സംബന്ധമായ രോഗമുള്ളവരെ കർത്താവ് ശിരസിനെ നീ സ്പർശിക്കണമേ. കർത്താവ് കണ്ണ്, മൂക്ക്, ചെവി പഴുപ്പ് വരുന്നവരെ, കണ്ണിന് കാഴ്ച കുറയുള്ളവരെ, മൂക്കിന് കർത്താവ് ദശ വളരുന്നവരെ അവരെ സ്പർശിക്കണമേ. തൈറോയ്ഡുകാരെ, ടോൺസിലുകാരെ, കഴുത്തിന് വേദന ഉള്ളവരെ, പെട്ടെന്ന് ഇടറുന്നവരെ കർത്താവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. തൊണ്ടവേദനക്കാര്, വായുനാറ്റമുള്ളവരെയും അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത നീരിറക്കത്തിൻ്റെ അസുഖമുള്ളവരെ, പനി വിട്ടുമാറാത്തവരെ, ശരീരം കർത്താവിൻ്റെ വേദന വിട്ടുമാറാത്തവരെ നീ സ്പർശിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ശ്വാസകോശ രോഗികളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഹൃദയ രോഗികളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ശ്വാസകോശ രോഗികളെ, വലിയ ശ്വാസമുട്ടൽ, ആസ്മ രോഗങ്ങളെ കർത്താവേ നിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഉദര രോഗികളെ, ഉദരത്തിൽ പുണ്ണുള്ളവരെ, പുണ്ണുള്ളവരെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ശ്രദ്ധിക്കട്ടെ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ പരീക്ഷ എഴുതുന്ന മാതാപിതാക്കന്മാരും സഹോദരങ്ങളും കൈവക്കുക. ഇപ്പം പല പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. SSLC ആയാലും +2 ആയാലും മറ്റ് പരീക്ഷകളായാലും എഴുതുന്നവരെ കൈവക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലണം. പരീക്ഷയുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയണ സമയമാണ്. നല്ലവനായ ഈശോ, അനേകം മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈവർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഓൺലൈനായിട്ടും കർത്താവ് അനേകം കൂടുന്നവരും മക്കളുടെ പരീക്ഷയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, പഠിക്കാനുള്ള ഉത്സാഹം കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. കർത്താവെ, പഠിക്കുന്നതൊക്കെ മനസ്സിൽ പതിഞ്ഞു നിൽക്കാൻ ഇടയാക്കണമേ. കർത്താവെ, മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാൻ, ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കർത്താവെ കുടുംബത്തിൻ്റെ മുഴുവൻ ആസ്തിയും കുടുംബത്തിൻ്റെ മുഴുവനും ഭാവിയുമായിട്ടുള്ള മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ ഞങ്ങളെ നീ വീണ്ടെടുത്തതുപോലെ കർത്താവെ അതേ യോഗ്യതയാൽ കർത്താവെ അങ്ങയുടെ മക്കളോട് കണ്ണ തുറന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലെല്ലാം ആ ഭവനങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. ഉന്നതമായ വിജയം ലഭിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കുടുംബങ്ങളുടെ തകർച്ച അനുഭവിക്കുന്നവരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഒന്നെങ്കിൽ ജീവിത പങ്കാളികൾ അകന്ന് താമസിക്കുന്നു, അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്, പക്ഷേ സമാധാനമില്ല, ഭയങ്കര വഴക്കും ബഹളവും ഒക്കെയാണ്, ഭയങ്കര നിരാശയോ, ഒരു ജീവിതത്തിൻ്റെ ഒരു സന്തോഷം അങ്ങോട്ട് പോയി, ജീവിതത്തിൻ്റെ സന്തോഷം അങ്ങോട്ട് പോയി. അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവർ കർത്താവ് ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോയവരും തെറ്റായ ബന്ധങ്ങളൊക്കെ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബങ്ങളിൽ തന്നെ പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള തകർച്ചകൾ, അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ ആ സമയത്ത് അച്ഛൻ കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ മേഖലകളെല്ലാം സ്പർശിക്കും. ജീവിത പങ്കാളികളെ ഐക്യപ്പെടുത്തും, ഒരുമിപ്പിക്കും. കുഞ്ഞുങ്ങളെ കർത്താവ് നേർവഴിക്ക് കൊണ്ടുവരും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾ കൈവർത്തിക്കൊണ്ട് സ്തുതിച്ചാൽ മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാധ്യമില്ലാത്തവരെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിത പങ്കാളികൾ തമ്മിൽ അകന്ന് താമസിക്കുന്നവരെ, മാനസികമായിട്ട് ഐക്യമില്ലാത്തവരെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളം തകർന്ന കുടുംബങ്ങൾ, വിഷമസന്ധികൾ ജീവിക്കുന്നവരെ കർത്താവിന്റെ കൃപയിലെ ഏറ്റെടുക്കപ്പെടുന്ന മക്കളെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർ, ജോലിക്ക് ശമ്പളം കിട്ടാത്തവർ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയണം. നിങ്ങൾ അമ്മയോട് മനസ്സിൽ പറയണം, ഈ പറയുന്ന കാര്യം എൻ്റെതാണ്,
ഞാനിത് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയണം. ബാക്കി നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. നടക്കാനുള്ള സാഹചര്യം ഇല്ലെന്നും അറിയാം. പക്ഷെ അതൊന്നും കൃപാസനത്തിൽ അതൊന്നും വിഷയമല്ല. അമ്മ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റും. വരുമാന മാർഗം മുട്ടിപ്പോയവർ, അതായത് ഓരോ ജോലിയൊക്കെ ഉണ്ടായവർ, കടകമ്പോളങ്ങൾ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ജീവിത വരുമാന മാർഗങ്ങളൊക്കെ മുടങ്ങിപ്പോയവർ, അവരെല്ലാവരും അമ്മ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വീട് ഇല്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, സാമ്പത്തികമായ വലിയ ബാധ്യതകളുള്ളവർ, അവരെല്ലാവരെയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വരുമാന മാർഗവുമായി ബന്ധപ്പെട്ട്, ജീവിത മാർഗവുമായി ബന്ധപ്പെട്ട് വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, ആ ജോലിയുടെ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, എഴുതി നിൽക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവുകേടുകൾ ഇപ്പോൾ ഓർക്കണം. ചിലർക്ക് സ്പീക്കിങ്ങിന് പറ്റണില്ല, ചിലർക്ക് റൈറ്റിങ്ങിന് പറ്റണില്ല. അങ്ങനെ പലതരത്തിലുള്ള പറ്റായികകൾ അമ്മ ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ ഉയർത്താൻ പോകുന്ന സമയമാണ്. നിങ്ങളെ കൈ ഉയർത്തിക്കൊണ്ട് ഇപ്പോഴ് സ്തുതിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവെ, അനേകം മക്കളെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, അനേകം മക്കളെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലി ഇല്ലാത്തവരെ, ജീവിത മാർഗം മുട്ടിയവരെ, സാമ്പത്തിക കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ, വീടില്ലാത്തവരെ, വാടക താമസിക്കുന്നവരെ, പലതരത്തിലുള്ള വിഷമതകള്, അഭിമാന പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്നവരെ കർത്താവിൻ്റെ തിരുസന്നിധി അവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബത്തിലെ വിഷമം അനുഭവിക്കുന്നവരെ, പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ, മനസ്സ് ഇടിഞ്ഞു പോയവരെ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിത ദുരിതങ്ങളാൽ, ജീവിത തടസ്സങ്ങൾ കർത്താവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ആരാധന, ആരാധന. അതുപോലെ തന്നെ വിദേശ പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് കൈപ്പൊക്കുക. സ്ഥലം വിൽക്കാനുള്ളവർ കൈപ്പൊക്കുക. വാങ്ങാനുള്ളവർ ശ്രുതികട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരോ മക്കള് വിദേശികളുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, വീട് ഇല്ലാത്തവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ട വിഷയത്തിൻ്റെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകി അതിൻ്റെ എല്ലാ ദോഷങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ശ്രുതികട. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ കൈ പൊക്കരുത്. പക്ഷെ സാക്ഷ്യം പറയുന്ന കാലത്ത് ആണ് നിങ്ങളത് വെളിപ്പെടുത്തേണ്ടത്. കുറേ ആൾക്കാർക്ക് സൗന്ദര്യ പ്രശ്നങ്ങൾ വരും, അതുകൊണ്ട് അവർക്ക് നിരാശ ഒരു കോൺഫിഡൻസ് പോകും. അങ്ങനെ വിഷയങ്ങൾ, മുടി കൊഴിയുന്ന പോലെ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ ആ മേഖലയിൽ അമ്മ തന്നിട്ടുണ്ട് നമുക്ക്. അതൊക്കെ ഒരു വിഷയമല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു, പക്ഷേ അനുഭവിക്കുന്നവർക്കെല്ലാം അത് വലിയ വിഷയങ്ങൾ തന്നെയാണ്. ചിലർക്ക് ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവരുണ്ടാവും,
ചിലപ്പോൾ ഈ വെള്ളപ്പൊക്കിൻ്റെ അസുഖങ്ങളുണ്ടാകും. അതിനൊന്നും കൈപ്പൊക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പം പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ദൈവം സുഖപ്പെടുത്തും. ആ വിഷയം നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഈ നേരം വിളിക്കാതിരുന്നെങ്കിലേ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഈ നേരം വിളിക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ടാതിരുന്നെങ്കിലൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കുറേ സ്വകാര്യ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈശോ പരിഹരിക്കും. ചിലക്ക് ഇരുട്ടുമ്പോൾ പേടിയാണ്, ചിലക്ക് ഇരുട്ടുമ്പോൾ ലൈംഗിക ആക്രമണങ്ങളെക്കുറിച്ചാണ് പേടി. ആരോട് പറയാനാണ്? ജീവിത പങ്കാളി തന്നെ അങ്ങനെ കാണിക്കുന്നപ്പോൾ നമ്മൾ ആ തൊണ്ട പഴുത്താൽ പിന്നെ എന്നാ ചെയ്യും? അപ്പം അങ്ങനെയൊക്കെ പല രഹസ്യമായ സങ്കടങ്ങളുണ്ടാവും മനുഷ്യനെ. ചിലപ്പോൾ ബ്ലീഡിങ് വന്നിട്ട് മാറാതെ നിൽക്കുന്ന വ്യക്തികളുണ്ടാകും. ചിലപ്പോൾ ഓവലേഷൻ അല്ലെങ്കിലും ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗമുള്ളവരുണ്ടാകും. അവരെല്ലാം കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മക്കൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്ന സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ, വെള്ളപ്പൊക്കനായങ്ങൾ, അസ്ഥിയുരുക്കങ്ങൾ, ബ്ലീഡിങ്, അങ്ങനെയുള്ള മുടിക്കൊഴിച്ചിൽ അസുഖങ്ങൾ എല്ലാം കർത്താവെ നീ പൂർണ്ണമായി ഇപ്പോൾ ഏറ്റെടുക്കണമേ. മക്കളില്ലാത്തവരെ നീ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്തെല്ലാം രഹസ്യമായ വിഷമതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും പ്രവർത്തിക്കട്ടെ. യേശുവേ സ്തോത്രം. ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങളെ അങ്ങ് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ നീ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മക്കളെ, മുട്ടയിൽ നിന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും. സമാപനാശീർവാദന സമയമാണ്. കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കാം. ഉടമ്പടി വിഷയങ്ങൾ നിവർത്തിയായി എന്നെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ